ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എം. അത് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പാർട്ടി എന്ന രൂപത്തിലല്ല അദ്ദേഹം വിലയിരുത്തുന്നത്. അത് താങ്കൾ ഈ സൂചിപ്പിക്കുന്ന തരത്തിൽ ഐക്യത്തോടെ രണ്ടുപേരും ഒരുമിച്ച് ഇടതുപാളയത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയില്ല എന്നതിൻ്റെ കൂടെ ഒരു തെളിവാണ്. PJക്ക് ഇടത് ക്യാമ്പിലേക്ക് പോകാൻ കഴിയില്ല എന്ന നിലപാടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എനിക്ക് തോന്നുന്നു വേണു, അത് കുറച്ച് ഇപ്പോൾ ഈ സമദൂര ലയൻ ഇപ്പോൾ തൽക്കാലം ഫോർ ദ ടൈം ബീയിങ് അവർ നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് BJPയിലേക്കില്ലെന്ന് ജോസ് കെ മാണിയും ഇടതു മുന്നണിയിലേക്കില്ലെന്ന് ഇപ്പോൾ ഉണ്ടായ ഈ പ്രസ്താവന. എന്നാൽ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൂന്ന് മുന്നണിയും KM മാണിയെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ UDF അവർ വിട്ടുപോയതിൽ ഉത്കണ്ഠ, അവർക്ക് വിഷമമുണ്ട് മാണി വിട്ടുപോയതിൽ. ഇടതു മുന്നണിയിൽ CPI ഒഴികെയുള്ള ആളുകൾ മാണിയുടെ വരവിൽ സന്തോഷിക്കുന്നവരാണ്, പ്രതീക്ഷിക്കുന്നവരാണ്. BJP പോലും ആ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു പ്രാദേശിക കക്ഷിക്ക് മൂന്ന് മുന്നണികൾ ഒരേ സമയം പരിഗണന കൊടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമല്ലേ. അപ്പം KM മാണിയുടെ ബാർഗൈനിങ് പവർ ഇപ്പോൾ കൂടിയിരിക്കുന്നു. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അടിയന്തരമായി അദ്ദേഹത്തെ അലട്ടുന്ന ഒരു വിഷയമല്ല. ഇപ്പം മുന്നോട്ട് പോകുന്നത് വളരെ സേഫാണ്. കാരണം അങ്ങനെയെങ്കിൽ ശ്രീ എബ്രഹാം മാത്യു, ഇടതുമുന്നണിയിലേക്ക് വരിക എന്ന ഒരു സാധ്യതയാണ് KM മാണി ആരായുന്നതെങ്കിൽ ആദ്യം വെറുപ്പിക്കാതിരിക്കേണ്ടത് അവർ CPI ആണ്. കാരണം നമുക്ക് CPI അങ്ങനെ ചുരുക്കിക്കാണാൻ കഴിയില്ല. ഓരോ ഘട്ടങ്ങളിൽ CPI ഓരോ കക്ഷികളെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടുകൾ എടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് DIC വന്നപ്പോൾ CPIയുടെ എതിർപ്പ് കാരണമാണ് അത് ഒഴിവാക്കി നിർത്തപ്പെട്ടത്. എന്തിനേറെ DIC NCP ലയിച്ചപ്പോൾ ആ NCPയെ പുറത്തു നിർത്തിപ്പിച്ചതും CPIയുടെ സമ്മർദ്ദ രാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ ഈ നിലപാട് വെച്ചു പുലർത്തുന്ന ഘട്ടം ഇപ്പോഴും അതേപോലെ തന്നെ ശക്തമായി തുടരാൻ CPI തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് KM മാണിക്ക് തന്നെയാണ്. വേണോ, എനിക്കൊരു അതിനകത്ത് തോന്നുന്ന കാര്യം, ഇത് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളല്ലല്ലോ, ദേശീയ പാർട്ടികളല്ലേ, അല്ലെ ദേശീയ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട കക്ഷികളല്ലേ. ദേശീയ പാർട്ടിയാണ്. അതെ, അല്ല ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ തന്നെ CPM പോളിറ്റ് ബ്യൂറോയും CPI ദേശീയ നേതൃത്വവും സംസാരിക്കട്ടെ. ഇപ്പോൾ ആ ലെവലിലേക്ക് ആ ചർച്ച വന്നിട്ടില്ലല്ലോ. സംസ്ഥാന തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡിബേറ്റായിട്ടല്ലേ ഇപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തരം ശ്രീ K. ഇസ്മയിൽ പറഞ്ഞ നിലപാടുകൾ ആയിരിക്കാം ഇപ്പോൾ, പക്ഷേ മാറ്റം വന്നുകൂടുന്നില്ലല്ലോ. ആ മാറ്റത്തിലേക്കുള്ള പല രൂപത്തിലുള്ള, ഇപ്പോൾ ഈ പണിമുടക്കിൽ അവർ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. പണിമുടക്കിൽ അവർ പങ്കെടുത്താലോ ഈ സ്വീകാര്യത കുറെ ഒരു പ്രകടമാവില്ലേ? ശരിയാണ്. ശ്രീ ജോസഫ് പുതുശ്ശേരി, സെപ്റ്റംബർ 2 നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. സെപ്റ്റംബർ 2 പൊതുപണിമുടക്ക് പൊതുവായ ജനകീയ ആവശ്യങ്ങളെ മുൻനിർത്തി ഉണ്ടാകുന്ന ഒരു ഐക്യനിരയാണ് എങ്കിൽ, രാഷ്ട്രീയാതീതമായ ബഹുജന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരമുഖമാണ് അത് എങ്കിൽ, ജനപക്ഷത്ത് നിൽക്കാൻ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഒരുപാട് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ടോ? അതിൽ പങ്കാളിയാകണോ വേണ്ടയോ എന്ന്. ജനമാണ് തെരുവിലിറങ്ങുന്നത് സമരവുമായി. ഇടതുപക്ഷം മാത്രമല്ല. ഒരു നിമിഷം ശരി, താങ്കളിലേക്ക്. ഞങ്ങളത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് നിരവധി പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് വരും. കർഷകരുടെയും സാധാരണക്കാരുടെയും ഒക്കെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭ രംഗത്തുണ്ടാകും. സെപ്റ്റംബർ 2 പണിമുടക്കുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായൊരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടിട്ടില്ല. ആ പാർട്ടി കൈക്കൊള്ളാടത്തോളം കാലം അതിനെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷേ ഇവിടെ ശ്രീ K. ഇസ്മയിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് സൗജന്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ആരുടെയും മുമ്പിൽ അപേക്ഷയുമായി നടക്കുന്ന ആളുകളല്ല എന്നുള്ളത് വീണ്ടും ആവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരു മുന്നണിയിലേക്കും ഇല്ല എന്ന നിലപാടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഞങ്ങളുടെ സംഘടനാപരമായ മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തുന്നു. അത്തരം കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വാഴക്കൻ ഇവിടെ ഞങ്ങളെക്കുറിച്ച് ഒത്തിരി വേവലാതിപ്പെടുന്നതായി കണ്ടു. ഞങ്ങൾക്ക് അങ്ങനെ വേവലാതിപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൈക്കൊണ്ട ഒരു രാഷ്ട്രീയ തീരുമാനമാണ് UDF വിടാനും ഒറ്റയ്ക്ക് നിൽക്കാനും സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാനും കൈക്കൊണ്ട തീരുമാനം. ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ മറ്റു തരത്തിലൊന്നും കാണേണ്ട കാര്യമില്ല. ഇവിടെ ധാർമ്മികതയൊന്നും പറയാൻ ആർക്കും അവകാശമില്ല. ആ അവകാശം ഇവിടെ എബ്രഹാം മാത്യു ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ധാർമ്മികത പറയുമ്പോൾ അഴിമതി കേസിൽ ശിക്ഷിച്ച് ജയിലിൽ കഴിഞ്ഞ
ആളുമായി വേദി പങ്കിട്ട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇപ്പോഴും ആ നിലയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്നതൊക്കെ വെറും വീൺവാക്കാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. കാരണം രാഷ്ട്രീയം മനസ്സിലാക്കാൻ, രാഷ്ട്രീയ നേതാക്കളെ മനസ്സിലാക്കാൻ, അവരുടെ ചെയ്തികൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള പ്രബുദ്ധത കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അവരത് ശ്രീ ജോസഫ് പുതുശ്ശേരി, എബ്രഹാം മാത്യു അത് ചൂണ്ടിക്കാട്ടിയത് അങ്ങ് വിലയിരുത്തുന്ന രൂപത്തിലല്ല. ശ്രീ എബ്രഹാം മാത്യു അത് ചൂണ്ടിക്കാട്ടിയത് ബാലകൃഷ്ണപിള്ള അഴിമതി കേസിൽ നമ്മുടെ അറിവിൽ ആദ്യമായി കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന പൊതുപ്രവർത്തകനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു ഇടതുമുന്നണിക്കെങ്കിൽ KM മാണിയെയും ഉൾക്കൊള്ളാൻ കഴിയും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അത് സംഭവിക്കും. അങ്ങനെയായിരുന്നു ശ്രീ എബ്രഹാം മാത്യുവിന്റെ താരതമ്യം. ഒരു നിമിഷം സാർ, അങ്ങനെയൊക്കെ ഞാനത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശദീകരണം അതാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഒരു മുന്നണിയെ കുറിച്ചും ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ സ്വതന്ത്ര നിലപാടാണ് സ്വീകരിക്കുന്നത്. ധാർമ്മികത പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ പറയാൻ CPIക്ക് അവകാശമില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളിനെ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. അവകാശം അല്ല, ഞാൻ ഈ 2-ാം തീയതിയിലെ സമരത്തിൻ്റെ കാര്യം, ആ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരം മാത്രമല്ല, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ട്രേഡ് യൂണിയനുകളും ഒന്നിച്ച് നടത്തുന്നതാണ്. BMS മാത്രമേ അതിൻ്റെ അകത്ത് ഓപ്പണായിട്ട് പങ്കെടുക്കാത്തതുള്ളൂ. ഇവിടെ കേരളത്തിൽ INTUC-യും CITU AITUC ഒക്കെ ഒന്നിച്ച് നടത്തുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അതുകൊണ്ട് ഇവർ 3 മുന്നണിയോടും സമദൂരം വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ കേരള കോൺഗ്രസിന് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം BMS പങ്കെടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടൊരു കണ്ണു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പങ്കെടുത്ത് ഇനി ആക്ഷേപം കേൾക്കണ്ട എന്നുള്ളത് ആ ദൂരം കൂടിപ്പോവുമല്ലോ. 3 ഒരേ ദൂരം വെച്ചിരിക്കുമ്പം അങ്ങോട്ടുള്ള ദൂരം കുറയ്ക്കണ്ട എന്ന് വെച്ചുകൊണ്ടായിരിക്കാൻ 2-ാം തീയതിയിലെ സമരത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ പുതുശ്ശേരി പറഞ്ഞ് ഞങ്ങൾക്ക് വേവലാതിയാണ്. എൻ്റെ പുതുശ്ശേരി യാതൊരു വേവലാതിയില്ല, ദുഃഖമേ ഉള്ളൂ. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമേ ഉള്ളൂ. എന്തിനാണ് ഈ CPIയെ പോലെയുള്ള പാർട്ടിയുടെയൊക്കെ വായിൽ നിന്ന് ഇതൊക്കെ കേൾക്കേണ്ട കാര്യം ബഹുമാന്യനായ മാണി സാറിനുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നൊരു വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. അതില്ല എന്ന് കാലം തെളിയിക്കാനും പോകുന്നതാണ്. ശരി. ശ്രീ KE ഇസ്മയിൽ, ഇവിടെ ഈ പൊതുപണിമുടക്കിലും KM മാണി വന്നുകൂടാ എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ എടുത്ത തീരുമാനവും അങ്ങനെ തന്നെയല്ലേ? ഇനിയിപ്പോ 30-ാം തീയതിയിലെ LDF ചേരുമ്പോൾ ഈ മാണി പ്രശ്നം ഉയർന്നു വന്നാൽ കടുത്ത നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതും നിങ്ങൾ തന്നെയല്ലേ? അപ്പോ ആശയക്കുഴപ്പം നിങ്ങളുടെ ക്യാമ്പിലല്ലേ? ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ കുറെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഇതിലൊക്കെ സംശയങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവതരണ രീതികളാണ്. കൂരിരുട്ടത്ത് ഇല്ലാത്ത കരിമ്പൂച്ചയെ തപ്പുന്നത് പോലെ ഇല്ലാത്തൊരു സംഭവം നിങ്ങൾ ഊതി വീർപ്പിച്ച് ചർച്ച ചെയ്ത് ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 3 മുന്നണികൾക്കും സ്വീകാര്യമായ ഒരാളാണ് ഈ കേരള കോൺഗ്രസ് മാണി എന്ന് ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് തന്നെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു ചർച്ച ചെയ്യുകയോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. അതിലൊരു പ്രധാന ഘടകകക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ ആ മാണി വിഭാഗം പ്രശ്നാധിഷ്ഠിത സഹകരണം എന്ന കോടിയേരിയുടെ വാചകത്തോടുള്ള അങ്ങയുടെ മറുപടി എന്താണ്? ഞാൻ പറയട്ടെ, ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണിയടക്കമുള്ള അഴിമതിക്കാർക്കെതിരായ മാൻഡേറ്റ് നേടി അധികാരത്തിൽ വന്നവരാണ്. വലിയ ജനപിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നതാണ്. ഞങ്ങൾക്കിനി അവരുടെ ഒരു പിന്തുണയും ആവശ്യമില്ല. ഇപ്പോൾ പൊതുപണിമുടക്ക് നടക്കുന്നുണ്ട്. പൊതുപണിമുടക്ക് നടക്കുന്നത് ഇന്ത്യയിലെ നിരവധി കക്ഷികളുണ്ട്. അതിൽ AITUC മാത്രമല്ല, CITU മാത്രമല്ല, സംസ്ഥാനങ്ങളിലെ വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ, തൊഴിലാളി സംഘടനകളിൽ പങ്കെടുക്കുന്നുണ്ട്. അത് തൊഴിലാളി സംഘടനകൾ പങ്കെടുക്കുന്ന സമരമാണ്. BMS സമരത്തിൽ ഔദ്യോഗികമായി പങ്കെടുക്കുന്നില്ലെങ്കിൽ BMS തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഒരു വലിയ പണിമുടക്കാണ് 2-ാം തീയതി നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ആ സമരത്തിൽ 15 കോടി തൊഴിലാളികളാണ് പങ്കെടുത്തത്. ഒരുപാട് സംസ്ഥാനങ്ങൾ നിശ്ചലമായി. അതിലിവർക്ക് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യാം. അവരെ തൊഴിലാളി സംഘടന ഉണ്ടെങ്കിൽ അവർ പങ്കെടുക്കട്ടെ. ഇതൊന്നും രാഷ്ട്രീയ പാർട്ടികൾ കൂടി തീരുമാനിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്ന ഒരു പൊതുപണിമുടക്കല്ല. എന്തിനത് ഇത്ര വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല.
ഏത് തൊഴിലാളിക്കും തൊഴിലാളി പണിമുടക്ക് ശരി 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 അതൊരു പ്രധാനപ്പെട്ട പ്രതികരണമാണ് താങ്കൾ നടത്തിയത്. കേരള കോൺഗ്രസ് മാണിക്ക് തൊഴിലാളി സംഘടനയുണ്ട് എങ്കിൽ, തൊഴിലാളി പ്രസ്ഥാനമുണ്ട് എങ്കിൽ പങ്കെടുക്കാമെന്നും ശ്രീ പുതുശ്ശേരി അതിന് അടുത്ത ഘട്ടത്തിൽ മറുപടി പറയട്ടെ. പി ബിജു ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ പി ബിജു, 91 സീറ്റ് കിട്ടി, ഇനി എന്തിനാണ് മാണിയുടെ പിന്തുണ എന്ന ഒരു ലളിത സമവാക്യമാണോ ഈ ഘട്ടത്തിൽ വേണ്ടത്? ഇല്ല, മാണിയുടെ പിന്തുണയെ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ലല്ലോ. ഇവിടെ പ്രശ്നം അല്ല, 91ന്റെ ബലത്തിൽ നമുക്ക് മാണിയെ വേണ്ട. അങ്ങനെയല്ലല്ലോ. 91ന്റെ ബലത്തിൽ മാണിയെ വേണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനകീയ അടിത്തറ വിപുലീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും. അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ സ്വാധീനം ഒരു 50% മുകളിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തുടർച്ചയായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. നമുക്ക് 91 സീറ്റ് കിട്ടി, അതുകൊണ്ട് ഇനി പുതിയ വിഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളോട് അല്ലെങ്കിൽ പുതിയ ജനവിഭാഗങ്ങളെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല, സി പി എമ്മിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നൊരു നിലപാടൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. ഇവിടെ വന്നിട്ടുള്ളത് ഒരു രാഷ്ട്രീയ മാറ്റമാണ്. കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം വന്നിട്ടുണ്ട്. ആ രാഷ്ട്രീയ മാറ്റം UDF ദുർബലമായിക്കൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് മാത്രമല്ല, ആ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത്? ആരൊക്കെ വരുമെന്ന് നമുക്കിങ്ങനെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഊഹിക്കാൻ കഴിയില്ല. UDF ശിഥിലമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അല്ലേ, നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങയുടെ പാർട്ടി സെക്രട്ടറി എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ കണക്കുകളും നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ LDFും UDFും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഏതാണ്ട് 4.5% വ്യത്യാസമാണ് ഉള്ളത്. കേരള കോൺഗ്രസ് മാണി അവിടെ നിന്ന് പുറത്തിറങ്ങിയതോടുകൂടി ഏതാണ്ട് 4% കൂടി UDFിൽ നിന്ന് കുറഞ്ഞിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞത് ഒരു 50% മേളിലേക്ക് ജനകീയ അടിത്തറ എത്തണമെന്നാണ്. നിങ്ങൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം എത്തിയിരിക്കുന്നത് 43.35%. അതിൻ്റെ ഒരു 4% കൂടെ കൂടുന്നത് ഗൗരവതരമായൊരു വളർച്ചയാണ്. അപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്ന ആളുകളുടെ കൃത്യമായ വോട്ടിംഗ് ശതമാനവും നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന 50% എല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ 91ന്റെ ബലത്തിൽ മഹിമ പറഞ്ഞു നിൽക്കേണ്ട ഒന്നല്ല, 4നെയും കൂടെ ഇങ്ങോട്ടേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യത തേടലാണ് വേണ്ടതല്ലേ? അങ്ങനെയല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നാലും ഓരോ കക്ഷികളുടെ വോട്ട് നില പരിശോധിക്കണം, പെർസെൻറ്റേജ് ബേസിൽ പരിശോധിക്കണം. ഈ UDFിൻ്റെ വോട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവും. ഞാൻ അതിൻ്റെ കണക്ക് പറയുന്നില്ല. UDFിന് 8%, 9% വോട്ട് ഇപ്പോൾ കുറച്ചിട്ടാണ്, എങ്ങോട്ടാണ് പോയതെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂ എന്താണ്? ഇപ്പോൾ കേരള കോൺഗ്രസ് ഇല്ലെങ്കിൽ UDF ഇല്ല. ആര് വരുമെന്നുള്ളതല്ല പ്രശ്നം. കേരള കോൺഗ്രസ് ഇല്ലാതെ UDF എന്ന് പറയുന്ന മുന്നണിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കോൺഗ്രസ് എവിടെ ജയിക്കും? കോൺഗ്രസിന് എങ്ങനെ കേരളത്തിൽ ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റും? അപ്പോൾ ഇന്ന് UDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആരെങ്കിലും അവരോടൊപ്പം ഈ മുങ്ങിത്താഴുന്ന കപ്പലിനകത്ത് ഇരിക്കുമോ? അതൊരു വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ശരിയാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് മാണി പുറത്ത് ഇറങ്ങി നിൽക്കുന്നു എന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അങ്ങ് ശ്രീ K ഇസ്മായിലിനെ ബോധ്യപ്പെടുത്തണം, 91ന്റെ ബലത്തിൽ നമുക്കിനി വാതിൽ കൊട്ടിയടയ്ക്കാം എന്നതല്ല ഈ ജനവിധി എന്ന്. അല്ല, അങ്ങനെയല്ലല്ലോ. ഇത് ഒരു ശ്രീ K ഇസ്മായിൽ പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ. അങ്ങനെയല്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അത് പാർട്ടിയുടെ നിലപാട്, CPMന്റെ നിലപാട്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി നിങ്ങൾ പറയുന്ന ദേശാഭിമാനി ലേഖനത്തിലൂടെ അത് പാർട്ടിയുടെ മുഖപത്രമാണ്. പാർട്ടിയുടെ നിലപാടല്ലേ പാർട്ടിയുടെ മുഖപത്രത്തിൽ വരുന്നത്. ആ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ശ്രീ K ഇസ്മായിൽ CPMന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അത് P ബിജു വ്യക്തമാക്കിയത് കേട്ടല്ലോ. അത് അങ്ങ് കൊണ്ടു നടക്കുന്ന ഇടതുമുന്നണിയുടെ നിലപാടല്ല. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാം. 91 സീറ്റ് കിട്ടിയത് കൊണ്ടും ജനപിന്തുണയുള്ളത് കൊണ്ടും ഇനി ആരും വേണ്ട, വാതിൽ കുട്ടിയടയ്ക്കുന്നു എന്ന സമീപനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. കർഷകർ വേണം, തൊഴിലാളികൾ വേണം, ദുർബല ജനവിഭാഗങ്ങൾ വേണം, ഈ നാട്ടിലെ ജനങ്ങളെ വേണം. അവരെ ഇനിയും ഞങ്ങൾ സംഘടിപ്പിക്കും. അവരെ സംഘടിപ്പിക്കുന്നതിന് മാണി വിധാനം ചെയ്യുന്ന മാണിയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് നമ്മൾ ഒരു വോട്ടിന്റെ ശതമാനം കണക്കാക്കിയിട്ട് മാണി വന്നാൽ 4% വോട്ട് കൂടും എന്നാണ് നിങ്ങൾ പലരും ധരിക്കുന്നതെങ്കിൽ, ആ 4% ഇപ്പുറത്ത് വരുമ്പോൾ ഈ 43% കിട്ടിയതിലെ പലതും വേറെ പോകാനിടയുണ്ട്. അഴിമതിക്കെതിരായ ഉറച്ച നിലപാടെടുത്ത ഒരു മുന്നണിയുടെ പിൻബലമാണ് ഈ 43%. ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കും എന്ന് പറഞ്ഞതിലുള്ള അംഗീകാരമാണ് 40. ശരി ശരി, വ്യക്തമാണ്. ബിജുവിന് മറുപടി പറഞ്ഞിട്ട് മതനിരപേക്ഷ അഴിമതിരഹിത വികസിത കേരളം, ഇത് തന്നെയാണ് കാഴ്ചപ്പാട്. മതനിരപേക്ഷത പ്രധാനമാണ്. ബിജു പറയട്ടെ. ആ കാഴ്ചപ്പാടിൽ ഒരു വ്യത്യാസവുമില്ല. മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കും, അഴിമതിരഹിതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും, അതോടൊപ്പം തന്നെ വികസന കാഴ്ചപ്പാടോട് യോജിക്കാൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കും. പക്ഷേ രണ്ട് മുന്നണിയെ മാത്രം വെച്ചുകൊണ്ട് ചർച്ച ചെയ്യരുത്. BJP ശേഷം അതിലേക്ക് വരാം. പക്ഷെ അതിന് മുൻപ് ഒരു കാര്യം, ഇപ്പോൾ CPIയുടെ എക്സിക്യൂട്ടീവ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം,
നിങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനമാണല്ലോ മുഖപത്രത്തിലൂടെ വരുന്നത്. അതുപോലെ CPI എക്സിക്യൂട്ടീവ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഒന്ന്, മാണി ഇങ്ങോട്ട് വന്നാൽ ഈ അഴിമതിരഹിത മുദ്രാവാക്യത്തിന് കിട്ടിയ അംഗീകാരമുണ്ടല്ലോ, അതിനെ പിന്തുണച്ച ജനങ്ങളുടെ ആ നിലപാടുണ്ടല്ലോ, ആ രാഷ്ട്രീയം ഇല്ലാതാകും. അതാണ് ശ്രീ ഇസ്മയിൽ ചൂണ്ടിക്കാട്ടുന്നത്. മാണിയെ ഇപ്പോ ഇങ്ങോട്ട് എടുക്കുമെന്നോ കേരള കോൺഗ്രസിന് ഇപ്പൊ ഇങ്ങോട്ട് എടുക്കാൻ പോകുന്ന പ്രശ്നാധിഷ്ഠിതം പോലും അവർ അങ്ങനെയല്ല. പ്രശ്നാധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വർഗീയതയ്ക്കെതിരെ അല്ലെങ്കിൽ UDFന്റെ നിലപാടിനെതിരെ, ആ വർഗീയതയെ സഹായിക്കുന്ന നിലപാടുകൾക്കെതിരെ അല്ലെങ്കിൽ RSS സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരെ യോജിപ്പിക്കാൻ കഴിയുന്ന എല്ലാ ജനവിഭാഗങ്ങളും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ ബേസ് വർദ്ധിപ്പിക്കും. അതാണ് നിലപാട്. മറ്റ് ചർച്ചകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. അങ്ങനെ ഒരു സാധനം വരുന്നില്ലല്ലോ. പക്ഷേ പ്രശ്നാധിഷ്ഠിതമായി സഹകരിച്ചാൽ പോലും അത് ജനങ്ങൾക്ക് സ്വീകാര്യമാകില്ല എന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചല്ലല്ലോ പറയുന്നത്. ഒരു കാര്യം കൂടി, ജനങ്ങൾക്ക് സ്വീകാര്യമാകില്ല എന്ന വാദം ഒന്ന്. രണ്ട്, ഇനി NDAയിലേക്ക് പോകും എന്നാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലും ജനങ്ങൾക്ക് ദഹിക്കുന്നതല്ല ആ വാദം എന്നാണ് CPIയുടെ വിലയിരുത്തൽ. NDAയിലേക്ക് പോകുന്നുള്ളല്ലോ, വിവിധ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിവിധ ചർച്ചകൾ നടക്കുമ്പോൾ ഉയർന്നു വരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ, ഈ വർഗീയതക്കെതിരെ, UDFന്റെ ഈ സമീപനത്തിനെതിരെ കൂട്ടാൻ കഴിയുന്ന നിങ്ങൾ ആരും വരണ്ട, അങ്ങോട്ട് നിൽക്കുന്നു പറയും. അതേസമയം ഈ അഴിമതിരഹിതമായിട്ടുള്ള കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കും, മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കും, വികസന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കും. CPM ഉം CPIയും തമ്മിൽ വളരെ അന്തരത്തിലേക്കാണ്, ഒരുപാട് അകലങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പം തന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ CPM ന്ന് വലിയ ഒഴുക്ക് CPIയിലോട്ട് ഇവരുന്ന് ആരെ പുറത്താക്കിയാൽ അപ്പം തന്നെ CPI എടുത്തുകൊണ്ടിരിക്കുക. അത് പരസ്യമായിട്ട് വെല്ലുവിളിച്ച ഒന്നും ചെയ്യാൻ ഞാൻ വിഷയങ്ങളിലേക്കൊക്കെ വരാം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് CPMന്റെ മാണി താൽപര്യത്തിന് പിന്നിൽ BJP ഉയർത്തുന്ന ഭീഷണിയോ? ഇടവേളയ്ക്ക് ശേഷം.